ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഞാനിപ്പോ പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിലാണുള്ളത്. ഇന്ന് പുൽപ്പറ്റ പഞ്ചായത്തിലെ കൂട്ടാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു മഹല്ല് റാഹത്തായിട്ട് നടന്നു വരികയാണ്. അതില് ഒരു CPM കാരനായ ഒരാൾ പെട്ടെന്ന് ലീഗായി മാറി. അയാൾ കൗൺസിലറായി മാറിയപ്പോൾ അയാൾക്ക് പള്ളി പിടിക്കണം. അങ്ങനെ പള്ളി പിടിക്കാൻ വേണ്ടി ലീഗിന്റെ ഔദ്യോഗിക ബാനറിൽ ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടുത്തെ നേരത്തെയുള്ള ഒരു കൗൺസിലർ ആയിരുന്ന ഒരു കിൻഡലബു എന്ന് പറയുന്ന ഒരു ലീഗ് നേതാവുണ്ട്, അറിയപ്പെട്ട ആളാണ്. അവർ രണ്ടുപേരും ഗുണ്ടകളെ സംഘടിപ്പിച്ച് ഒരു 2-3 തവണയായി പള്ളി ആക്രമിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ 3 തവണ നമ്മുടെ കുട്ടിയൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പോഴൊന്നും പോലീസ് വേണ്ടതുപോലെ ഇടപെടുകയോ ആരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. നമ്മളെ ആളുകൾ കോംപ്രമൈസുമായിട്ട് ക്ഷമിച്ചു പോയി. ഇന്ന് ഒരു പ്രകോപനം അവിടെ ഇല്ല. സാധാരണ പോലെ നമ്മുടെ കുട്ടികൾ, അധിക കുട്ടികളും നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഉറൂസിന് പോയിക്കുന്നു. അപ്പൊ നമ്മളെ കുട്ടികൾ അധികം അവിടെ ഇല്ലാത്തവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് സാധാരണ പോലെ നമ്മളെ കുട്ടികൾ മരുന്ന് നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു 100-ലേറെ വരുന്ന ലീഗിന്റെ ഗുണ്ടകൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടി വടിവാളും കമ്പിപ്പാലായിട്ട് വന്നു. നമ്മളെ കുട്ടികളെ വെട്ടി. 4 സീരിയസ് ആയിട്ടുള്ളത് മഞ്ചേരിയിൽ നിന്നിപ്പോ 5ാമത്തെ ഒരാൾ കൂടി ഇങ്ങോട്ട് മഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് അൽഷിഫയിലേക്ക് മാറ്റിയിരിക്കുക. 2 ആളെ കയ്യിനാണ് വെട്ട്, ഒരാളെ കാല് വെട്ടുകൊണ്ട് തൂങ്ങിയിട്ടുണ്ട്, ഒരാൾക്ക് തലക്ക് വെട്ടുകൊണ്ടിട്ട് തലച്ചോറിന് ബ്ലഡ് കട്ടായി കിടക്കുകയാണ്. അതൊന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല ഇപ്പോൾ ഉള്ളത്. 5ാമത്തെ ഒരാളെ ഇപ്പൊ മഞ്ചേരിയിൽ നിന്ന് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞ് ഞാനിപ്പോ വന്നതിന് ശേഷം പെരിന്തൽമണ്ണയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കയ്യിന് വെട്ടാണ്. പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിലേക്ക്. അത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നോക്കാൻ പറ്റിയ ആശുപത്രിയാണ്. 2 പേരിപ്പോഴും മഞ്ചേരി കിടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ 350ഓളം പ്രവർത്തകന്മാർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി തന്നെ മാർച്ച് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ അവിടെ കുത്തിയിരുന്നു. അങ്ങനെ അവസാനം CI വന്നിട്ട് എന്തായാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളാം എന്ന് ഉറപ്പ് നൽകിയ അടിസ്ഥാനത്തിൽ തൽക്കാലം ഇന്ന് പിരിഞ്ഞു പോകുന്നു. പ്രചരണത്തോടു കൂടി ടൗണിൽ വന്ന് ഷമീർ പുല്ലൂർ പ്രസംഗിച്ചു. നാളെ 4 മണിക്ക് മഞ്ചേരിയിൽ വിപുലമായ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധ പ്രകടനം പൊതുയോഗമുണ്ട്. പൊതുയോഗത്തിൽ റഹീം സാഹിബ്, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഒക്കെ തുടങ്ങിയ നേതാക്കൾ എല്ലാവരും സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാൻ നേരിട്ടിട്ടുണ്ട്. നാളെ നാളെ വൈകിട്ട് 4 മണിക്ക് പ്രതിഷേധ പ്രകടനം. നാളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വാർത്താക്കും. ഇപ്പോൾ വളരെ സീരിയസിലാണ് നമ്മൾ കുട്ടികൾ കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും പ്രാർത്ഥിക്കണം. നമ്മളെ പ്രത്യേകിച്ച് തലക്ക് സുഖമില്ലാത്ത ആളുടെ ബ്ലഡ് കട്ടായി കിടക്കുന്ന എന്തെങ്കിലും ഒന്നായിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമാണ്. അപ്പോൾ മനസ്സറിഞ്ഞ എല്ലാ ആളുകളും പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മളെ പ്രവർത്തകന്മാരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കട്ടെ. അക്രമികളെ അള്ളാഹു നശിപ്പിക്കട്ടെ. അള്ളാഹു നമ്മുടെ ആളുകൾക്ക് സംരക്ഷണം നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ലീഗ് വിളയാട്ടത്തിനെതിരെ അള്ളാഹു നമ്മൾ എല്ലാവരെയും ചിന്ത വളർത്തിക്കൊണ്ടുവരട്ടെ. അള്ളാഹു നമ്മളൊക്കെ സന്തോഷത്തിലും റാഹത്തിലും ദീനിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പോ എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നേതാക്കൾ എല്ലാവരും സന്ദർശിച്ചിട്ടുണ്ട്. ഉസ്താദ് അവിടുന്ന് വിളിച്ചിരുന്നു. കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെയ്യാവുന്ന രൂപത്തിലൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഓക്കെ ശരി.